അഭിലാഷ്, 11 മണിക്കത്തെ യോഗം നിർണായകമാണല്ലോ. കാരണം ഇന്നലെ ആഭ്യന്തരമന്ത്രി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നു, ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ച് ഈ ആക്രമണത്തിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലാരെ അങ്ങനെ സൂചനകളൊന്നും അദ്ദേഹം പങ്കുവച്ചില്ല. അന്വേഷണം നടക്കുന്നു എന്ന നിലപാടിലായിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കിപ്പുറം 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ ഇതിന്റെ സൂത്രധാരം ആരൊക്കെയാണ്, എന്താണ് ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന, ഒപ്പം ഭീകരാക്രമണം തന്നെയായിരുന്നു എന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷം നമുക്ക് പ്രതീക്ഷിക്കണോ? സജിത്ത്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 11 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. കാരണം അമിത്ഷാ ഇന്നലെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണ്. അദ്ദേഹത്തിന് അവിടുന്ന് തന്നെ ഒരുപാട് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം ഇന്ന് NIA അടക്കമുള്ള സംഘം, ഡൽഹി പോലീസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇന്ന് അമിത്ഷായെ നേരിട്ട് കാണും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥിരീകരണം നടത്തുകയുള്ളൂ. കാരണം ഇതൊരു അതിസങ്കീർണമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ എടുത്തടിച്ചതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അത്രയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഉത്തരവാദിത്തമില്ലാതെ ഒരു കാര്യവും കേന്ദ്ര സർക്കാരിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉമറിൻ്റെ അമ്മയും സഹോദരങ്ങളെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് ഉമറിൻ്റെ അമ്മയോട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് താൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്, അതുകൊണ്ട് ഇനി തന്നെ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് തന്നെ മൊബൈലിൽ ഫോൺ വിളിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ള വിവരം കൂടി ഉമറിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഉമർ നബി എന്ന് പറയുന്ന നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആൾ, ഇയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയാളുടെ അമ്മയുടെ മൊഴി നമുക്ക് അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആക്രമണം നടത്തണം എന്ന് താൻ തീരുമാനിച്ചുറപ്പിച്ചു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഒരുപക്ഷെ തിങ്കളാഴ്ച ഇന്നലെ രാത്രി നടക്കുന്ന ഈ ഒരു ആക്രമണമല്ല, ഇതിന് പകരം മറ്റെന്തോ അവർ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം, ചെയ്യുമെന്ന് പദ്ധതി ഇട്ടിരുന്നിരിക്കാം. പക്ഷേ പോലീസിൻ്റെ ഇടപെടൽ അവർക്ക് അത്രയും വലിയ രീതിയിലുള്ള ഒരു വലിയ ആക്രമണം നടത്താൻ സാധിക്കാതെ വന്നു. എന്തായാലും അമ്മയോട് പറഞ്ഞത്, അതായത് ഇത്തരത്തിൽ താൻ പഠിക്കാൻ പോവുകയാണ്, തനിക്ക് പഠിക്കുന്നതിൻ്റെ തിരക്കുണ്ടോ, അതുകൊണ്ട് തന്നെ ഫോണിൽ വിളിക്കരുത് എന്ന് അമ്മയോട് പറഞ്ഞതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ഈ ഉമർ എന്ന് പറയുന്നത് ഖ്വിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പുൽവാമയിൽ MBBS പൂർത്തിയാക്കി. അതിനുശേഷം ശ്രീനഗറിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ MBBS പൂർത്തിയാക്കുന്നത്. അതിനുശേഷം സീനിയർ റെസിഡൻറ്റ് ഡോക്ടറായിട്ട് അനന്തനാഗിൽ ജോലി ചെയ്തു. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അൽഫല എന്ന് പറയുന്ന കോളേജിൽ, ഫരീദാബാദിൽ അൽഫല എന്ന് പറയുന്ന കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ. ഇയാളാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം രാജ്യത്ത് നടപ്പിലാക്കാൻ പദ്ധതിയിട്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ മുഖ്യ കണ്ണി ഇയാളാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ തെളിവുകളാണ് അയാളുടെ കുടുംബത്തെ പോലീസ് പിടിച്ച് മൊഴിയെടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് 2 സഹോദരങ്ങളുണ്ട്. അമീർ ആൻഡ് ഉമർ. ഇവർ ചെറിയ ജോലികൾ ചെയ്തു വരുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ താരിഖ് അഹമ്മദ്, അമീർ റാഷിദ്, ഉമർ റാഷിദ്, ഷമീമ ബനോ. ഉമറിൻ്റെ അമ്മയുടെ പേരാണ് ഷമീമ ബാനോ. അതുപോലെ ഈ ഉമറിൻ്റെ സഹോദരൻ്റെ പേരാണ് ആഷിഖ് നബി, അതുപോലെ സഹൂർ നബി. അപ്പോൾ ഇവരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഭീകരൻ്റെ അമ്മ ഷമീന ബാനോ, അതുപോലെ അവരുടെ സഹോദരനായിട്ടുള്ള ഉമറിൻ്റെ സഹോദരനായിട്ടുള്ള ആഷിഖ് നബി, സഹൂർ നബി എന്നിവർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നമുക്കറിയാം ഒരു ഡോക്ടറാണ്, ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ ഒരു ഹീനമായ ഒരു ആക്രമണം രാജ്യ തലസ്ഥാനത്ത് നടത്താൻ പദ്ധതിയിട്ടത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഡോക്ടർമാർ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന, വളരെ ആയിട്ടുള്ള ഡിഗ്നിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ് ഡോക്ടർമാരെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ഭീകരാക്രമണം നടത്താൻ ഇവരെ പോലുള്ള പദ്ധതി ഇട്ടു എന്നുള്ള വാർത്തകൾ വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇയാളുടെ ഈ നബിയുടെ അമ്മയുടെ
അമ്മയുമായി വെള്ളിയാഴ്ചയാണ് അവസാനം ഈ ഉമർ നബി സംസാരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ തന്നെ ഇനി ഫോൺ വിളിക്കരുത് എന്നുള്ള കാര്യം നബിയോട് ഉമ്മയോട് ഉമർ നബി പറയുന്നത്. അതിനുശേഷം അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച ഇന്നലെ രാത്രി ഒരു സ്ഫോടനം നടത്തുകയാണ്. എന്തായാലും നിലവിൽ ഇയാളുടെ ബന്ധുക്കളടക്കം 10ഓളം പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അത് കാറുമായി ബന്ധപ്പെട്ട് കാർ എവിടുന്നാണ് വാങ്ങിച്ചതെന്നുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് തേടുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇത്തരം കാറുകൾ വ്യാജ രേഖകൾ ചമച്ച് വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം NIA തരത്തിൽ അന്വേഷണം നടക്കുകയാണ്. രാജ്യത്ത് എവിടെയൊക്കെയാണ്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പഴയ കാറുകൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. വലിയ വ്യാപകമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് 9:30 പ്രധാനമന്ത്രി അമിത്ഷായുമായി വെച്ചിരുന്ന കൂടിക്കാഴ്ച 11 മണിയിലേക്ക് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ മാറ്റിയിരിക്കുന്നത്. 11 മണിക്ക് നടക്കുന്ന ഈ യോഗം നിർണായകമാണ്. കാരണം ആ യോഗത്തിൽ പങ്കെടുക്കുന്ന അവർ വളരെ പ്രധാനികളാണ്. ഒന്ന് ആഭ്യന്തരമന്ത്രി ഒക്കൊപ്പം ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് NIA DG പങ്കെടുക്കുന്നുണ്ട്, ഡയറക്ടർ ജനറൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാനമാണ്. കാരണം ഇത്തരം ഒരു ഭീകരാക്രമണ സംശയമുള്ള കേസിൽ NIA സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഇതിൽ മറ്റൊന്നുള്ളത് ജമ്മു കാശ്മീരിലെ DGP കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. കാരണം നിലവിൽ ജമ്മു കാശ്മീർ സ്വദേശികൾ, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഇവർക്കൊക്കെ ജമ്മു കാശ്മീരാണ്, പുൽവാമയാണ് ഇവരുടെ സ്വദേശം. അപ്പോൾ ഇതിൽ നേരത്തെ തന്നെ ജമ്മു കാശ്മീർ ബന്ധങ്ങൾ സംശയിച്ചിരുന്നതാണ്. ഇന്നലെ ഈ കാറിൻ്റെ പോലും നീക്കങ്ങളടക്കം ആ തരത്തിൽ വിലയിരുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ജമ്മു കാശ്മീർ DGPയെ കൂടി പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയായി മാറുകയാണ്. 11 മണിക്ക് ഇത് സംബന്ധിച്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. പ്രധാനമന്ത്രി കാര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. MG മിഥുൻ കൂടിയുണ്ട്. മിഥുൻ, ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ആദ്യം ഒരു അപകടം എന്നതാണ് പൊതുവിൽ ധരിച്ചിരുന്നത്. അങ്ങനെയാണ് സൂചനകളും ഉണ്ടായിരുന്നത്. സർക്കാർ വൃത്തങ്ങളും അത്തരം സൂചനകൾ തന്നെയാണ് പുറത്തുവിട്ടത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ, ഒന്ന്, ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരുന്നു. 8 എന്നത് ഔദ്യോഗിക സ്ഥിരീകരണം, മരണസംഖ്യ ആണെങ്കിൽ കൂടിയും അത് ഉയരാനാണ് സാധ്യത. കാരണം വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലുള്ളവർ ഇപ്പോഴും ആശുപത്രികളിലുണ്ട്. ഒപ്പമാണ് ഇതിൻ്റെ മറ്റു ഗൂഢാലോചനകളിലേക്കും വരുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ പിടിയിലായ സംഭവമുണ്ട്. അങ്ങനെ രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു സ്ഫോടനത്തിന് അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്ന സൂചനകൾ അന്വേഷണ ഏജൻസികൾക്കുണ്ടായിരുന്നു എന്ന അത് ചില കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കാതായ ചില വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ആ ജാഗ്രതകൾക്കിടയിലുമാണ് ഇത്തരമൊരു അപകടം, ഒരു സ്ഫോടനം അവിടെ ഉണ്ടായത് എന്നാണ് സംഭവം. ഇന്നലെ ഇത് ഉണ്ടായതിനു ശേഷം രാജ്യമൊട്ടാകെ തന്നെ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലും കണ്ടതാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലടക്കം സമാനമായ ജാഗ്രത ഉണ്ടായത്. എന്താണ് രാജ്യത്തിൽ പൊതുവേ ഉണ്ടായിരിക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം? ഇന്നലെ വൈകിട്ടുണ്ടായ ആ സാഹചര്യം പലയിടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണോ? ആൾക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ നിരീക്ഷണം ഇപ്പോഴും ഉണ്ടോ? സജിത്ത്, തീർച്ചയായും അത്തരത്തിൽ രാജ്യതലസ്ഥാനത്തടക്കം സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള ഇടത്ത് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടാകുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡൽഹിയിൽ ഇങ്ങനെയൊരു അക്രമ പരമ്പര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ സമയത്ത് പോലും ഈ മുൻകാലങ്ങളിൽ സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിരവധി തവണ ഈ ചെങ്കോട്ടയ്ക്ക് സമീപമൊക്കെ മുൻകാലങ്ങളിൽ സമാനമായ രീതിയിലുള്ളൊരു സ്ഫോടനങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു ശാന്തത ഈ ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. പിന്നീടൊക്കെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ ടെക്നോളജിയുടെ ഒക്കെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആർക്കും എളുപ്പത്തിൽ കയറി വന്ന ഒരു ആക്രമണം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ എങ്ങനെ ഈ രീതിയിലൊരു ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ തേടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാർ അവിടെ മണിക്കൂറുകളോളം ഈ സ്റ്റേഷന് സമീപം ലാൽക്കില മെട്രോ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്നു. അതൊക്കെ എന്തുകൊണ്ട് ഈ സുരക്ഷാ സംവിധാന ഭാഗമായി അവിടെ അന്വേഷണം നടത്താൻ സാധിച്ചില്ല എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും അതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഈ ഉമർ നബി എന്ന ഒരു മുഖ്യ ആസൂത്രകൻ, അതായത് ഒരു ഡോക്ടറാണ് അദ്ദേഹം. അയാൾ ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു അക്രമ പരമ്പര ആസൂത്രണം ചെയ്തതായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് ചെങ്കോട്ട തന്നെയായിരുന്നു. അവിടെ ഈ ആക്രമണം നടത്താൻ പിന്നീട് പെട്ടെന്ന് തയ്യാറാവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഒരു ഗൂഢാലോചന കൃത്യമായി നടത്തിയിരിക്കുന്നു. ആ ഗൂഢാലോചന നടന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അനന്തനാഗ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇവർ ഒരുമിച്ച് നടത്തുന്നത്. അതായത് ഈ ഡോക്ടർമാരുടെ ഒരു സംഘം അവിടെ വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അതായത്
പ്രത്യേകിച്ച് ഈ ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ഉമർ നബി ഈ അനന്തനാഗ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടർ അവിടെ ജോലി ചെയ്യുന്നതായിരുന്നു. ഒപ്പം തന്നെ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള വ്യക്തി ഡോക്ടർ, ഒപ്പം തന്നെ UP യിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള